ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആദ്യ ഏകദിന മത്സരം സമനിലയിൽ കലാശിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 50 ഓവറിൽ 8 വിക്കറ്റിന് 230 എന്ന സ്കോർ നേടിയപ്പോൾ 47.5 ഓവറുകളിൽ 230 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു. അനായാസം ജയിക്കാമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യക്ക് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശ്രീലങ്കയ്ക്ക് തുടക്കം തന്നെ മോശമായിരുന്നു. മത്സരത്തിന്റെ 3-ാം ഓവറിൽ ഓപ്പണറായ ആവിഷ്ക ഫെർണാണ്ടോ മുഹമ്മദ് സിറാജിന് വിക്കറ്റ് സമ്മാനിച്ച് കേവലം 1 റണ്ണുമായി കൂടാരം കയറി. പിന്നീട് വിക്കറ്റ് കീപ്പർ കുശാൽ മെൻഡിസിനെ കൂട്ടുപിടിച്ച് പാത്തും നിസംഗ സ്കോർ ബോർഡ് പതുക്കെ ചലിപ്പിച്ചു തുടങ്ങി. പക്ഷേ 14-ാം ഓവറിൽ വ്യക്തിഗത സ്കോർ 14-ൽ നിൽക്കുമ്പോൾ കുശാൽ മെൻഡിസിനെ ശിവൻ ദുബെ LBWയിൽ കുരുക്കുകയായിരുന്നു. ശിവൻ ദുബെയുടെ ആദ്യ ഏകദിന വിക്കറ്റ് കൂടിയായിരുന്നു അത്. പിന്നീട് വന്ന സതീര വിക്രമസിംഗയും കാര്യമായി സംഭാവന നൽകാതെ മടങ്ങി. ഇതോടെ ശ്രീലങ്ക 3 വിക്കറ്റിന് 60 റൺസ് എന്ന നിലയിലായി. പിന്നീട് 5-ാം വിക്കറ്റിൽ നിസംഗ ചരിത് അസലങ്ക സഖ്യം 31 റൺസ് കൂട്ടിച്ചേർത്തു. കൂട്ടുകെട്ട് നിലയുറപ്പിക്കുമെന്ന് തോന്നിക്കവേ അസലങ്കയെ കുൽദീപ് യാദവ് മടക്കി. തുടർന്ന് 20 റൺസ് എടുത്ത ജനിത് ലിയാങ്കയും 56 റൺസ് എടുത്ത പാത്തു നിസംഗയും മടങ്ങിയതോടെ ശ്രീലങ്കൻ സ്കോർ 6-ന് 142 എന്ന നിലയിലായി. പിന്നീട് വന്ന ശ്രീലങ്കൻ ഓൾറൗണ്ടർ ദുനിത് വെല്ലാലഗയുടെ മികച്ച ബാറ്റിംഗാണ് ബാറ്റിംഗ് തകർച്ചയിൽ നിന്നു ശ്രീലങ്കയെ കരകയറ്റി സാമാന്യം ഭേദപ്പെട്ടത് എന്ന് തോന്നിക്കും വിധമുള്ള സ്കോറിലേക്കെങ്കിലും എത്തിച്ചത്. 24 റൺസ് എടുത്ത വാനിന്ദു ഹസരംഗയും 17 റൺസ് എടുത്ത ധനഞ്ജയും ദുനിത്തിനു നല്ല പിൻബലമാണ് നൽകിയത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം അതിഗംഭീരമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്നാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഒരു വശത്തെ രോഹിത് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിങ്ങിന്റെ പിൻബലത്തിൽ ഇന്ത്യൻ സ്കോർ നന്നായി ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ ശുഭ്മാൻ ഗില്ലിനു താളം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 13-ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ 75 നിൽക്കുമ്പോൾ 16 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിനെ ദുനിത് വെല്ലാലഗെ കുശാൽ മെൻഡിസിന്റെ കൈകളിൽ എത്തിച്ചു. തന്റെ അടുത്ത ഓവറിൽ 58 റൺസ് എടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത്തിനെയും അദ്ദേഹം മടക്കി. സ്കോർ ബോർഡിൽ 7 റൺസ് കൂടി ചേർക്കുന്നതിനിടയിൽ വാഷിംഗ്ടൺ സുന്ദറിനെയും ടീം ഇന്ത്യക്ക് നഷ്ടം. പിന്നീട് വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും ചേർന്ന് മെല്ലെ സ്കോർ ബോർഡ് ചലിപ്പിച്ചു. 24-ഉം 25-ഉം ഓവറുകളിൽ കോഹ്ലിയും അയ്യരും അടുത്തടുത്ത് മടങ്ങിയപ്പോൾ KL രാഹുലും അക്സർ പട്ടേലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിച്ചു. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യൻ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. KL രാഹുൽ 31, അക്സർ പട്ടേൽ 33ഉം ശിവൻ ദുബെ 20 എന്നിങ്ങനെയായിരുന്നു താരങ്ങളുടെ സ്കോർ. അവസാന ഓവറുകളിൽ തീപാറുന്ന ബൗളിംഗ് കാഴ്ചവെച്ച ചാരിത് അസലങ്കയാണ് ഇന്ത്യയിൽ നിന്ന് വിജയം തട്ടിയകറ്റിയത്. 48-ാം ഓവറിലെ 4-ാം പന്തിൽ ഇന്ത്യൻ സ്കോർ 230-ൽ നിൽക്കുമ്പോൾ ശിവൻ ദുബെയെയും തൊട്ടടുത്ത പന്തിൽ അർഷദീപ് സിംഗിനെയും LBWയിൽ കുരുക്കി ഇന്ത്യയിൽ നിന്ന് വിജയം അദ്ദേഹം തട്ടിയെടുക്കുകയായി. അങ്ങനെ ഇന്ത്യ വിജയിച്ചു എന്നുറപ്പിച്ച മത്സരം സമനിലയിൽ കുരുങ്ങുകയായിരുന്നു. അനായാസ വിജയം കൈവരിക്കാവുന്ന മത്സരമായിരുന്നിട്ടും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മത്സരം കളഞ്ഞുകുളിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒഴികെ മറ്റുള്ളവരാരും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തില്ല. പേടിച്ചരണ്ട് ബാറ്റ് വീശുന്നത് പോലെയാണ് മത്സരത്തിലുടനീളം അനുഭവപ്പെട്ടത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി 66 റൺസും 2 വിക്കറ്റും നേടിയ ദുനിത് വെല്ലാലഗയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഹസരംഗയും ചരിത് അസലങ്കയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി.